ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യ കുറച്ച് നാളുകൾ ചർച്ച ചെയ്ത ഒരു വിഷയം എന്നത് കിച്ചുവും രേണുസുതിയും തന്നെയാണ്. കഴിഞ്ഞ ദിവസം രേണുവിനെ കാണാൻ കിച്ചു പോയില്ലല്ലോ എന്നൊരുപാട് പരാതികൾ വന്നതിനെ തുടർന്ന് കിച്ചു ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ രേണുവിൻ്റെ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളുമുണ്ട്. രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ലീക്കായ ഒരു ലൈവ് വീഡിയോയെ തുടർന്നുള്ള ഒരു സംസാരമാണ് കിച്ചു അവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളിത് ദയവ് ചെയ്ത് റിമൂവ് ചെയ്യണം, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ബിഗ് ബോസ് പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയതല്ലേ, അതിൻ്റെ ഒരു മാന്യത കാണിക്കണം, ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് റിതപ്പന് മോശമല്ലേ. ഇത്തരം വാക്കുകളാണ് കിച്ചു പറയുന്നത്. ആ ഒരു മെസ്സേജാണ് കിച്ചു കാണിച്ചു തരുന്നത്. എന്നാൽ അതിൽ സേവ് ചെയ്തിരിക്കുന്ന പേര് പോലും രേണുസുതി എന്നാണ്. അമ്മ എന്ന് പോലും വിളിക്കാൻ ഇപ്പോൾ കിച്ചു മടിക്കുന്നു. എന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം. എന്തു തന്നെയാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവും രേണുവും തമ്മിലുള്ള പ്രശ്നം വളരെയധികം രൂക്ഷമായി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമായും ഇത് മാറുന്നുണ്ട്. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള സംസാരം സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമായി തന്നെ ഇത് മാറുന്നു. രേണുവിനെയും കിച്ചുവിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അവരുടെ കുടുംബത്തിലെ പ്രശ്നം ഇവിടെ പുറത്തിരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. ആ ചെറുപ്പക്കാരനെ വെറുതെ വിടണം, രേണുവിനെയും വെറുതെ വിടണം. രേണുവിന് വയ്യാതിരിക്കുന്നൊരവസ്ഥയാണ്. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും രേണു അവസാനം അവൻ്റെ അമ്മ തന്നെയാണ്. അവർ നാളെ ഒരുമിക്കുമായിരിക്കാം, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുമായിരിക്കാം. എന്താണ് എന്നറിയില്ല, പറഞ്ഞു തീർക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാൽ കിച്ചു വളരെ വികാരതീനായി തന്നെ പങ്കുവച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി. എല്ലാവരും അത് ഏറ്റെടുത്തു, പങ്കുവയ്ക്കുകയും ചെയ്തു, സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുകയും ചെയ്തു. ആരാധകരോടൊപ്പം വളരെയധികം സ്നേഹത്തോടെയാണ് കിച്ചു നിൽക്കാറുള്ളത്. കിച്ചു എപ്പോഴും അങ്ങനെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, ആരെയും വെറുപ്പിക്കാറുമില്ല, ആരോടും മോശമായി അങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടുമില്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കാറുമുണ്ട്. ഓരോ തവണയും കിച്ചുവിൻ്റെ വാർത്തകൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ആരാധകരുടെ സ്നേഹം വളരെയധികം ലഭിക്കുന്ന ഒരു താരം എന്ന നിലയിൽ തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഈ ഒരു വാർത്തയെപ്പറ്റി ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്ന വാർത്തയായി ഇത് മാറുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം ശ്രദ്ധേയമായി തന്നെ മാറുന്നുണ്ടെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റുന്നു. ആരാധകരുടെ പ്രീതി വളരെയധികം സ്നേഹത്തോടെ മനസ്സിലാക്കുകയും അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വാർത്തയായി ഇത് മാറുന്നപ്പോൾ ആരാധകർ തന്നെ വളരെയധികം കിച്ചുവിനോടും രേണുവിനോടും പിന്തുണച്ച് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ സംസാരിച്ചു തീർക്കൂ എന്നാണ് വീണ്ടും ആരാധകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.